ഗൈസ്, ഞാൻ ഈ അടുത്ത് ഒരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കി. നല്ല സൂപ്പർ സൂപ്പർ സാധനമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, വേറൊരു പാക്ക് ഉണ്ടല്ലോ, അതുകൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. ഹിയർ ഇറ്റ് ഈസ്. ഭയങ്കര സിമ്പിളായിട്ട്, സിമ്പിളസ്റ്റ് വേ ഓഫ് മേക്കിംഗ് ഗുലാബ് ജാമുൻ. ഈ സാധനം ഉണ്ടായാൽ മതി. ആൻഡ് ഇറ്റ്സ് റിയലി റിയലി ടേസ്റ്റ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെയല്ലേ, അതുപോലെ കിട്ടും. എക്സാക്റ്റ് അതുപോലെ എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അതുപോലെ കിട്ടും. ഇത് ഞാൻ ലാസ്റ്റ് ഉണ്ടാക്കിയ ഗുലാബ് ജാമുൻ്റെ ബാക്കിയാണ്. കുറേ ഉണ്ടായിരുന്നു, പെട്ടെന്ന് കാര്യമായി പോയി. എനിക്കിത് തിന്നാൻ കുറച്ച് ടെൻഷൻ ഉണ്ട്. അതാ, പക്ഷെ ഞാൻ തിന്നുന്നില്ല, വേണ്ട. അതിൻ്റെ ഫ്രഷ്നെസ് കേടായിട്ടില്ല, അതിൻ്റെ ഫ്രഷ്നെസ് പോയി. നമ്മൾ പാല് മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണല്ലോ, ഫ്രഷ്നെസ് ഇല്ലാന്നുള്ളൂ, വേറെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കളഞ്ഞിട്ട് ഇതിലാണ് നമ്മൾ മാവ് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇതുണ്ടാക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരാനുള്ള ടിപ്സ് ഞാനിവിടെ പറയുന്നുണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം. ഓക്കെ, കൈയൊക്കെ നല്ല വൃത്തിയിൽ കഴുകണം, എന്നെപ്പോലെ വൃത്തി ഉണ്ടായിരിക്കണം. അതാണ് നമ്പർ 1 നമ്മളിതിൽ നോട്ട് ചെയ്യേണ്ടത്. ഇനി ബോൾ ഇത് എടുത്ത ഒരു 25 പീസസ് ഉണ്ട്. 25 ഇത് മുഴുവൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പാൽപ്പൊടിയുടെ ടെക്സ്ചറായിരുന്നു. നിങ്ങളുണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് വെച്ച് എനിക്ക് വീഡിയോ ചെയ്തു. പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് കുഴയ്ക്കുമ്പോൾ നമ്മൾ ചപ്പാത്തി കുഴക്കില്ല, അതുപോലെ കുഴക്കാൻ പാടില്ല. തൊട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കുഴയ്ക്കാൻ. പക്ഷെ അങ്ങനെ കുഴയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം പേടിക്കും, കാരണം ഇത് മാവിൻ്റെ രൂപത്തിൽ വരില്ല. അപ്പോൾ പതറാതെ പേടിക്കാതെ വീണ്ടും കുഴച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പെർഫെക്റ്റായിട്ട് കയ്യിൽ നിന്ന് വിട്ട് വരുന്ന പോലെ വരും. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ലാസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പം ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ചു, നശിപ്പിച്ചോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ഐ കണ്ടിന്യൂ ടു ഡു ദിസ്. അപ്പോഴാണ് ഇത് ശരിയാവുന്നത്. നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങളും അങ്ങനെയാണ്. ആദ്യം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ശരിയാവില്ല, നടക്കൂല എന്നൊക്കെ. പക്ഷേ നമ്മൾ അതിനോട് തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് ഒരു ഡിസിപ്ലിനൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ പിന്നാലെ തന്നെ നടന്നാൽ ശരിയാവും. പക്ഷേ നമ്മൾ ചില സമയത്ത് we should know when to give up on certain things. ആക്ച്വലി നമ്മൾ ആദ്യം മോട്ടിവേഷൻ കേൾക്കാൻ പാടില്ല. നമ്മുടെ ലൈഫ് നമ്മൾ തന്നെ ഫിഗർ ഔട്ട് ചെയ്യണം. വേറെ രീതിയിൽ ജനിച്ച് വളർന്നു വന്ന ആൾക്കാർ നമുക്ക് ചില അഡ്വൈസ് ചെയ്യുമ്പോൾ അത് നമുക്ക് വർക്കൗട്ടാവുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആരുടെ മോട്ടിവേഷൻ കേൾക്കാൻ നിന്നിട്ടോ കേട്ടിട്ടോ കാര്യമില്ല. നമ്മൾ തന്നെ ഫിഗർ ഔട്ട് ചെയ്യണം. നമ്മുടെ ലൈഫാണ്, നമ്മൾ തന്നെ അറിഞ്ഞ് മനസ്സിലാക്കി ഓരോന്ന് ചെയ്യണം. അത് പറഞ്ഞപ്പോൾ പകുതി റെഡിയായി. കയ്യിൽ നിന്നൊക്കെ നല്ല സിമ്പിളായിട്ട് ഇട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ ഒരു പരുവത്തിൽ. ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് ലാഫ് അറ്റ് ഇറ്റ്, ഇറ്റ്സ് ഫുഡ്. ഇത് നമ്മൾ ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ച് ഞാൻ മൂടി വയ്ക്കാം. എന്താ ഇത്, ഞാൻ എന്താ പറയണേ നിങ്ങൾ എന്തിന് ഒരു തുണിയോട് മൂടി വയ്ക്കാൻ നനച്ചിട്ട്, ഇത്രേ ഉള്ളൂ. ഇതോട്ട് ഇങ്ങനെ മൂടി വയ്ക്കാം. ഇത് നമ്മൾ അലിയിപ്പിക്കണം. ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ഒരു നൂൽ പയവും അല്ല. അതിങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ആക്കി വെക്കാം. അപ്പോൾ വഴുവഴാന്നിങ്ങനെ ഇരിക്കും, ഓയിൽ പോലെ. അങ്ങനെയാണ് ആ ചേച്ചി പറഞ്ഞത്. ഇനി ഇത് നമ്മൾ ഗുലാബ് ജാമുനൊക്കെ കാണില്ലേ, ആ സൈസിൽ കുഴച്ചെടുക്കല്ല, ബോൾസ് ആക്കി എടുക്കണ്ട. അതിനെക്കാട്ടും ചെറുതാക്കിയിട്ട് എടുത്താൽ മതി. അത് വലുതാവുമ്പോൾ, അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ വലുതായിക്കോളും. 35. അയ്യോ, ഞാനിതത്
ഞാൻ അതെടുത്തിട്ട് ആ ലായനിയിൽ ഇടാൻ പോയിരുന്നു. ഇത് നമുക്ക് വറക്കാനുണ്ട്, ഫ്രൈ ചെയ്യാറുണ്ട്. എനിക്ക് എല്ലാ കുക്കിങ്ങിനും യൂസ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള പാത്രമാണ് ഇത്. ബട്ട് ഇതിനകത്ത് ഫുഡുണ്ട്. ഇവിടെ വേറൊരു ഇരുമ്പിൻ്റെ പാത്രമുണ്ട്, അപ്പോൾ അതിൽ വറക്കാം. ഈ ജനൽ ഇവിടെയാണെങ്കിൽ കുറച്ച് പെർഫെക്റ്റ് ആയാണ് വീഡിയോയ്ക്ക് ലൈറ്റിങ്. ഇതിപ്പോൾ ഒരു മാതിരി മഞ്ഞയും ഓറഞ്ചും. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ കളറ് എല്ലാ ഭാഗത്തും ഒരേ കളറ് വരും. ഇത്ര ഞാൻ ഇതിലേക്ക് തന്നെയാണ് ഇടുന്നത്. നമ്മൾ പക്ഷാഭേദം കാണിക്കാൻ പാടില്ല. ഓക്കെ, ദിസ് ഈസ് പെർഫെക്റ്റ് ഗൈസ്, പെർഫെക്റ്റ്. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ഉണ്ടാക്കി വെക്കണം. പറ്റുകയാണെങ്കിൽ മാത്രം ഉറപ്പായിട്ട് ഉണ്ടാക്കി വെക്കണം. ഇറ്റ് ഈസ് റിയലി റിയലി ഗുഡ്. ഇനി ഞാൻ അതൊക്കെ ഫ്രൈ ചെയ്തിട്ട് തരാം. അതുവരെ ഞാൻ അതൊന്ന് ഓഫാക്കിക്കട്ടെ. ഓക്കെ, മൈക്ക് ഓണാക്കി. ഇത്ര നേരം മൈക്ക് ഇത് ഓഫാക്കി വെച്ചത് കാരണം ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല, ഫുള്ള് മ്യൂട്ടായിരുന്നു. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് എടുത്ത് നോക്കാം. അപ്പോഴത്തേന് അതിൻ്റെ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട രൂപയില്ല, അതൊക്കെ മാറിയിട്ട് വേറൊരു ഇതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗായ്സ് നോക്ക്, അതൊക്കെ വലുതായി വന്നില്ലേ. പെർഫെക്റ്റ് ഗുലാബ് ജാം. ഞാൻ നേരത്തെ പൊട്ടിച്ചു വെച്ചതാണ്. मजा आया और मैं ये जो मजा है हिंदुस्तान के हर व्यक्ति को देना चाहता हूँ. ഗായ്സ്, എൻ്റെ അടുത്ത കണ്ടന്റ് എന്താണെന്ന് അറിയോ? കണ്ടോ, എന്താണെന്ന് വെച്ചാൽ ഡെയിലി ഞാൻ ഷുഗർ കഴിച്ചില്ലെങ്കിൽ പറ്റില്ല. ഡെയിലി ഞാൻ ഷുഗർ തിന്നും. അതും കുറച്ചൊന്നുമല്ല, നല്ല പോലെ തിന്നും. അതിൻ്റെ പ്രശ്നം എൻ്റെ സ്കിന്നിൽ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 7 days ഷുഗർ ഞാൻ കട്ട് ചെയ്താൽ എൻ്റെ സ്കിന്നിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും, എനിക്കെന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ്. പക്ഷേ ആ ചലഞ്ച് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഷുഗർ കഴിച്ചില്ലെങ്കിലുണ്ടല്ലോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്തായാലും ട്രൈ ചെയ്യണം. കാരണം എൻ്റെ സ്കിന്ന് കണ്ടോ, ഇവിടെ ഒരു റെഡ് സാധനം കണ്ടോ. എനിക്ക് സാധാരണ പിമ്പിൾ വന്നു കഴിഞ്ഞാൽ അത് വരും, ഒരു 2 days പോവും. പക്ഷേ ലാസ്റ്റ് ടൈം വന്ന പിമ്പിൾ ഒരു സ്കാർ വന്നിട്ടാണ് പോയത്. ഞാൻ എൻ്റെ ഈ പിമ്പിൾ പോവാത്ത എനിക്ക് ടച്ച് ചെയ്തപ്പോൾ പിമ്പിൾ ഇല്ല, അത് മാർക്കായിരുന്നു, മാർക്ക്. അപ്പോൾ അതും പോവോ എന്നൊക്കെ നോക്കാം.